ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത്, നിങ്ങളൊരു ആപ്പിൾ അല്ലെങ്കിൽ ഐഫോൺ യൂസറൊക്കെ ആണെങ്കിൽ, അതേപോലെ ഹൈ എൻഡ് ആൻഡ്രോയിഡ് ഫോണുകളായിക്കോട്ടെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ലോക്കൽ പ്രൊഡക്ട്സുകൾ, അതായത് ലോക്കൽ ചാർജസ്, ലോക്കൽ പവർ ബാങ്കുകളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഐഫോണൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഐഫോണിന് തന്നെ അവർ കുറേ MFI സർട്ടിഫൈഡ് എന്ന് പറഞ്ഞ കുറേ പ്രൊഡക്ട്സുകൾ അവർ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ പവർ ബാങ്ക് ആയിക്കോട്ടെ, ചാർജർ ആയിക്കോട്ടെ, നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ ചാർജർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ MFI സർട്ടിഫൈഡ് സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു MFI സർട്ടിഫൈഡ് ബ്രാൻഡിന്റെ ഒരു പവർ ബാങ്ക് ആണ്. നിങ്ങളുടെ ഐഫോൺ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാത്തതുമായിട്ട് ആങ്കർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതാ ആങ്കർ നാനോ എന്നൊരു മോഡലാണ്. ഇത് ഭയങ്കര ചെറിയ സംഭവമാണ്. അതിന്റെ ബോക്സ് ആണ് ഇത്. പക്ഷെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. പക്ഷെ ബോക്സ് ഒക്കെ നമുക്ക് ലോക്കൽ പഴയ സാധനം അയച്ചത് ഞങ്ങൾക്ക് കംപ്ലൈന്റ് തന്നെ ഒരു പുതിയ സാധനം അയച്ചായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ ബോക്സ് വരുന്നത്. എനിക്ക് വേൾഡ്സ് നമ്പർ 1 ചാർജിങ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആങ്കർ ഇക്കോ പ്രൊഡക്ട്സ്, അതിന്റെ ബാക്കിലൊക്കെ 8,000 രൂപയൊക്കെയാണ് MRP. ഇതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ പഴയ ഏതോ യൂസ്ഡ് പ്രൊഡക്റ്റ് അയച്ചിരിക്കാൻ തോന്നിക്ക്. അത് ഞാൻ കംപ്ലൈന്റ് ഇപ്പോൾ ഓൾറെഡി റീപ്ലേസ്മെന്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കൊള്ളാം. അപ്പോൾ ഇത് സാധനം ഞാൻ കാണിച്ചത്, ഞാനിപ്പോൾ സാധനം കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് സാധനം, കണ്ടു. ഇത്രേ ഉള്ളൂ. നാനോ എന്ന് പറഞ്ഞ സാധനം. ഇതിൽ നമുക്കൊരു LED ഡിസ്പ്ലേ വരുന്നുണ്ട്. LED എന്ന് പറയാൻ LCD എന്ന് പറയാം. കളർ ഡിസ്പ്ലേ വരുന്നുണ്ട്, കണ്ടോ. ചാർജ് കാണിക്കുക. നമ്മൾ ചാർജ് കുത്തി കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുന്നത് ഫുൾ ചാർജ് ആവാം. അതേപോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും ഡിസ്ചാർജ് ആവാൻ, ഒക്കെ നമുക്ക് ഇവിടെ കാണിക്കുക. എക്സ്ട്രാ അവിടെ കാണിക്കും. അപ്പോൾ സാധനം എത്ര ഉള്ളൂ. ഇതിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു Type C ഉണ്ട്, ഒരു Type A ഉണ്ട്. ഇത് നമുക്ക് PD ചാർജിങ് ആണ്. ഇത് നോർമൽ Q ചാർജിങ് ആണ് കേട്ടോ. വാൻഗറിന്റെ ബ്രാൻഡിങ് കാണാം. ഇത് ബ്ലൂ കളറിലും ഉണ്ട്, വൈറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് നമുക്ക് എന്താ പറയുക, അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. ഈ സൈഡിലായിട്ട് നല്ല ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് കുറെ റഫായിട്ട് ഒരു ലൈൻസ് പോലെ വെച്ചിട്ടുണ്ട്. ഇത് അതിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കേബിളാണ്. നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. എന്താ പറയുക, ഇത് കൊണ്ടെടുക്കാൻ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ് 10,000 mAh. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടോ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് Type C വരുന്ന സംഭവമാണ്. അപ്പോൾ ഇത് എല്ലാത്തിലും സപ്പോർട്ടാണ്. PD ചാർജിങ് ആയിക്കോട്ടെ, ക്വിക്ക് ചാർജിങ് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ സാംസങ്ങിൽ കുത്തി ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമുക്ക് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് വരും. ഇത് കണ്ടു, സൂപ്പർ ചാർജിങ് കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പിക്സലിലും കാണിച്ചു തരാം. അതിലും ക്വിക്ക് ചാർജിങ്, ക്വിക്ക് റാപ്പിഡ്ലി എന്ന് കാണിക്കും, കണ്ടോ. അപ്പോൾ ഐഫോണിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കില്ല. അപ്പോൾ ഞാൻ ഐഫോണിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ കുറച്ച് അകലെ കൊണ്ട് വെച്ച് പോയി ഞാൻ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഞാനിത് വാങ്ങിക്കാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഞാൻ ഇപ്പോൾ റീസെൻ്റ് കുറച്ച് ദിവസം മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ ലോക്കൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഐഫോൺ, പുതിയ ലേറ്റസ്റ്റ് iPhone 15 Pro കംപ്ലൈൻ്റ് ആയി. അതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആയി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, iPhone 15 തൊട്ട് നമുക്കിപ്പോൾ Type C ആണ്. അപ്പോൾ ലോക്കൽ സാധനം ഉപയോഗിച്ചിട്ടേ ഫോണൊക്കെ വലിയ എന്ത് സാധനമാണ്. പക്ഷേ ചാർജിങ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ പവർ ബാങ്ക്, പ്രത്യേകിച്ച് പവർ ബാങ്കുകളാണ് എല്ലാവരും വിടുന്നത്. എന്ന് വെച്ചാൽ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഐഫോൺ സംഭവമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് സ്പീക്കർ എന്തെങ്കിലും വാങ്ങിക്കാം. അതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ വയർലെസ് സ്പീക്കർ ചാർജ് സപ്പോർട്ടുള്ള ഒരു പവർ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഉണ്ടായിരുന്നു സാധനം. അതിൻ്റെ ഓൾറെഡി വീഡിയോ ഉണ്ടായിരുന്നു. 3000 രൂപയുടെ താഴെ വരുന്ന മോഡലാണ്. അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സ്റ്റഫ് കൂളിൻ്റെ വാങ്ങിക്കിയത് 2,000 mAh-ൻ്റെ 20,000 mAh-ൻ്റെയാണ്. സ്റ്റഫ് കൂൾ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് 1,500 രൂപയുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബഡ്ജറ്റ് ഇഷ്യൂ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഈ ബോട്ട് അതുപോലത്തെ ലോക്കൽ സാധനം, ആംബ്രൈനും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ആംബ്രൈൻ എൻ്റെ ഉണ്ട് പറഞ്ഞു. അത് ഞാൻ പക്ഷേ വയർലെസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മറ്റേ സാധനം കണക്ട് ചെയ്യാറില്ല. അത് റയറാണ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു 3-4 എന്താ പറയുക പവർ ബാങ്കുകളുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിക്കാൻ മറക്കണ്ട. അത് ഇഷ്ടം പോലെ ഇപ്പോൾ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് Type C അതിന് ശേഷം 15-നാണ് ഇഷ്ടം പോലെ കംപ്ലൈൻറ്റ് വരുന്നത്. വെച്ചാൽ മറ്റേതാകുമ്പോൾ നമുക്ക് ഈ ലൈറ്റ്നിങ് ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് മറക്കണ്ട. എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഐഫോണിൻ്റെ കാര്യം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കംപ്ലൈൻറ്റ് ആണെങ്കിൽ അവർ വാറണ്ടിയിലാണെങ്കിലും പോലും അത് ചെയ്തു തരില്ല. അപ്പോൾ കയ്യിൽ നിന്ന് നല്ല എമൗണ്ട് കാശ് പോകും. അപ്പോൾ ഇത് സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നല്ല ബ്രാൻഡുകളുടെ, ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സാധനം നോക്കി വാങ്ങിക്കുക. ആങ്കറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇൻഡോ ചൈനീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചൈനീസ് അല്ലെങ്കിൽ ഒരു US ചൈനീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അത് ഫൗണ്ടഡ് ബൈ ഒരു ചൈനീസ് കമ്പനിയാണ്. പക്ഷേ ആ മേജർ സ്റ്റേക്സ് ഹോൾഡേഴ്സ് ഒക്കെ ഒരു US ബ്രാൻഡാണ്. അതുപോലെ തന്നെ അവർക്ക് കുറേ സ്ഥലത്ത് സബ്സിഡറി ഉണ്ട്. സിംഗപ്പൂർ, US, UK കുറേ സ്ഥലത്ത് സബ്സിഡറി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പോൾ അത് മറക്കണ്ട. ഞാൻ ഇപ്പോൾ ബോട്ട് ഒരു പവർ ബാങ്ക് ഇഷ്ടംപോലെ ഇറക്കുന്നുണ്ട്. വെച്ചാൽ ഇതൊക്കെ ഒരു ലോക്കൽ ചൈനീസ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതാണ്. അങ്ങനെയാണ് ഇവന്മാരൊക്കെ വലുതായത്. ഫയർ ബോൾട്ട് സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ പണ്ടാറ് ലാഭമാണ്. ഒരു 500 രൂപയ്ക്ക് വാങ്ങിക്കും 4,000 രൂപയ്ക്ക് വിൽക്കും. അങ്ങനത്തെ സ്ഥിതിയാണ്. എന്ന് വെച്ചാൽ അമ്മമാര് ലാഭമാണ് ഒരു പ്രൊഡക്റ്റിൽ വരുന്നത്. എന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് കാശ് പോകുന്നില്ല, സാധനങ്ങൾ ഉണ്ടാക്കാൻ കാശ് പോകുന്നില്ല. ചുമ്മാ അവിടെ പോയി അവിടെ നിന്ന് കുറേ സാധനങ്ങൾ അതേപോലെ ഷിപ്പ് ചെയ്യും. അത് 3 ഇരട്ടി 4 ഇരട്ടി വിലയ്ക്ക് ഇവിടെ വിൽക്കും. പണ്ടാറ് ലാഭമാണല്ലോ. അങ്ങനെയാണ് ഇവർ വലുതായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലോക്കൽ ചൈനീസ്
ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനം പോയി വാങ്ങിക്കരുത്, നമ്മളാണ് പൊട്ടന്മാരാകുന്നത്, നമ്മുടെ ഹാർഡ് ഏൺ മണിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ വേറെ നമ്മുടെ ഡിവൈസുകളും കംപ്ലൈന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുതിര സാധനങ്ങളൊന്നും പോയി വാങ്ങിക്കരുത് കേട്ടോ. അപ്പം നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് അതിൻ്റെ ഇപ്പോൾ BI സർട്ടിഫിക്കേഷൻ ഉള്ളത് പിന്നെയും കുഴപ്പമില്ല. എന്നാലും ഞാൻ ഐഫോണിൽ നിന്ന് എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുന്നില്ല വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആംബ്രൈൻ്റെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇനിയിപ്പോൾ അതിനെ ഡിഫെയിം ആക്കി എന്ന് പറയണ്ട. ഞാൻ പക്ഷേ എൻ്റെ ആംബ്രൈൻ്റെ ചാർജറൊക്കെ ഉണ്ട് കേട്ടോ. ആംബ്രൈൻ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ സ്റ്റഫ് കൂൾ ഉപയോഗിക്കുന്നുണ്ട്, സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ട്, ആൻകറിൻ്റെ പവർ ബാങ്ക്. ഞാൻ പവർ ബാങ്കിൻ്റെ കാര്യം പറയുന്നത്. ഈ 4 പവർ ബാങ്ക്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആംബ്രൈനും അതുപോലെ തന്നെ സ്റ്റഫ് കൂളൊക്കെ നമ്മുടെ മെയിൻ ഡിവൈസുകളൊന്നും ചാർജ് ഉപയോഗിക്കുന്നില്ല. ഒന്നെങ്കിൽ ഈ സാധനം കൊണ്ട് ഞാൻ മറ്റേ മെയിൻ എന്താ പറയുക പവർ ബാങ്ക്സ് ചാർജ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഐഫോൺസും എൻ്റെ മെയിൻ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മാക്ബുക്ക് ആയിക്കോട്ടെ, അത് ഒന്നും ഇതുപോലത്തെ ലോക്കൽ സാധനങ്ങളും ഞാൻ ഉപയോഗിക്കാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ആക്ച്വലി സാധനം മാക്ബുക്ക് ഒക്കെ ചാർജ് ചെയ്യട്ടോ. ഈ ആൻകറിൻ്റെ സപ്പോർട്ടറാണ്, 30 വാട്ട് സപ്പോർട്ടറാണ് ഞാൻ പറയുന്നത്. ഇതും ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇത് ബോക്സ് കുറച്ച് അലമ്പ് ബോക്സാണ്. ഒന്നും കാണില്ല. 2 കൊല്ലം നമുക്ക് വാറണ്ടി വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, 30 വാട്ടിൻ്റെ മാക്സിമം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെന്താ, ഇന്നൊന്നുമില്ല. മാനുഫാക്ചർഡ് ബൈ ആങ്കർ ഇന്നോവേഷൻ ലിമിറ്റഡ് ആണ്, ഹോങ്കോങ്. അതുപോലെ തന്നെ MRP 8,000 rupees ആണ്. പക്ഷെ ഇതിന്റെ പ്രൈസ് വരുന്നത് 4,500 ആ റേഞ്ചൊക്കെ നമുക്ക് ആമസോണിൽ വരുന്നത്. ഇതിന്റെ ഒരു ചെറിയ മോഡൽ വില 3,500 സംതിങ് ഉണ്ട്. അതിന് പക്ഷേ ഡിസ്പ്ലേ വ്യത്യാസം വരും, ഇതിനോടും കുറച്ച് സൈസും വരും. ഇത് നാനോ മോഡലാണ്, കൊണ്ടുനടക്കാൻ ഭയങ്കര എളുപ്പമാണ്. വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ സാധനത്തിന്, തീരെ വെയിറ്റ് കുറവാണ്. ഇപ്പോൾ സ്പീക്കറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഓൾമോസ്റ്റ് വെയിറ്റ് എന്ന് പറയും. എൻ്റെ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു സ്പീക്കർ. ഞാൻ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ഉപയോഗിക്കുന്നതാണ്. ഈശ്വര അതോടെ പോയി പോകും. അപ്പോൾ എന്തായാലും ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റഫ് കൂളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. 2-3 ഞാൻ ഇപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ട് എൻ്റെ വേറെ പവർ ബാങ്ക്സ് ചാർജ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ 2 വാട്ട് പവർ സപ്പോർട്ട് ഉണ്ടല്ലോ. ഇതിലാകുമ്പോൾ നമുക്ക് 2 USB-Aയും ഒരു Type-C ആണ് വരുന്നത്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് ഒരു Type-C ഒരു Type-A ആണ് വരുന്നത്. അപ്പോൾ Type-Cയിലാണ് നമുക്ക് PD ചാർജിങ് വരിക, ഇതിൽ നമുക്ക് ക്വിക്ക് ചാർജാണ് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ എപ്പോഴും ഐഫോൺസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ മറക്കണ്ട. കംപ്ലൈൻറ്റ്സ് വരും, പണി കിട്ടും, വാറണ്ടിയും കിട്ടില്ല, ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ മറക്കണ്ട. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ എൻ്റെ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ iPhone 15 Pro ഇതുപോലെ കംപ്ലൈൻ്റ് ആയി. സാധനം 3 മാസമായിട്ടുള്ളൂ, വാറണ്ടി കിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയ എന്താ പറയുക ഡാമേജ് പോലെയാണ് അത് കാണാം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കാൻ മറക്കണ്ട. ഇത്ര വില കൂടി ഫോൺ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല അക്സസറീസും കൂടി വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും ഉൾപ്പെടുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GHH പോലും കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളതിൽ ലിങ്ക്സും സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം വിത്ത് അവർ റെഫറൽ ലിങ്ക്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് കയറി നോക്കി നോക്കാം. നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്കാൻ മറക്കണ്ട. jmp.banksupport.in എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. എല്ലാ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ എല്ലാ സംഭവങ്ങളും കിട്ടൂട്ടാ, മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.